പ്രിയപ്പെട്ടവരെ, അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്ന ടോപ്പിക്ക് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്. ജനറൽ സയൻസ് എന്ന ഭാഗത്ത് സിലബസില് ജനറൽ സയൻസ് എന്ന ഭാഗത്തില് നാച്ചുറൽ സയൻസ് എന്ന ഭാഗത്തില് 10 മാർക്കുള്ളതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തെക്കുറിച്ച് പൊതു അറിവ് ഭാഗമാണ്. മനുഷ്യ ശരീരത്തെക്കുറിച്ച് പൊതു അറിവ്. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ശ്രദ്ധിക്കുക, കമ്പനി ബോർഡ് LGSന്റെയും അതുപോലെ തന്നെ വെബ്കോ LDCയുടെയും പെയ്ഡ് PDF നോട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി 9496822117 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. PDF നോട്ട്സ് അതുപോലെ തന്നെ CA നോട്ട്സും എക്സാം 70+ എക്സാം ഉണ്ടാവും. വീക്ക്ലി ഒരു ഓൺലൈൻ ക്ലാസ്സും ഉണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാനാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തെ പോയിന്റ് ഇങ്ങനെയാണ്: മനുഷ്യശരീരത്തിലെ ആകെ അസ്ഥികൾ എത്രയെന്ന് വെച്ചാൽ 206. സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, മനുഷ്യശരീരത്തിലെ ആകെ അസ്ഥികൾ എത്രയാണ്? 206. ഓക്കെ, അടുത്ത അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ 80. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80. അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ 126. അങ്ങനെ ടോട്ടൽ 206. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ചോദിച്ചാൽ ത്വക്കാണ് അഥവാ സ്കിൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല്, ഫീമർ എന്ന് പറയും. ഓക്കെ, അടുത്ത മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ് ആണ്. അത് സ്റ്റേപ്പീസ് കാണപ്പെടുന്നത് കാതിലാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, മാലിസിങ്കസ് സ്റ്റേപ്പീസ്, അതിലെ സ്റ്റേപ്പീസ് ആണ് ഏറ്റവും ചെറുതെന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന അവയവം എന്ന് വെച്ചാൽ കിഡ്നിയാണ്. അടുത്ത മനുഷ്യ ശരീരത്തിലെ പ്രധാന ശുചീകരണ അവയവം ചോദിച്ചാലും വൃക്ക അഥവാ കിഡ്നിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള അസ്ഥി ചോദിച്ചാൽ താടിയെല്ലാണ്. മനുഷ്യന്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 22 ആണ്. അതിൽ 14 മുഖത്തും 8 മസ്തിഷ്കത്തെ പൊതിഞ്ഞ് കപാലത്തിൽ കാണപ്പെടുന്നു. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ അഥവാ ലിവർ. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്കാണ്. ശുദ്ധരക്തം പ്രവഹിക്കുന്ന കുഴലുകൾ അറിയപ്പെടുന്നത് ധമനികൾ അഥവാ ആർട്ടറീസ് എന്ന്. എന്നാൽ അശുദ്ധ രക്തം പ്രവഹിക്കുന്ന കുഴലുകൾ അറിയപ്പെടുന്നത് സിരകൾ അഥവാ വെയിൻസ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശമാണ്. മനുഷ്യശരീരത്തിലെ പ്ലാസ്മയുടെ അളവ് 55%, 50 മുതൽ 60. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലാണ് മഹാധമനി. മനുഷ്യശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം എന്ന് വെച്ചാൽ പല്ലിന്റെ ഇനാമലാണ്. മനുഷ്യ ഹൃദയത്തിലെ വാൽവുകളുടെ എണ്ണം 4. ദഹനരസത്തിൽ രാസാഗ്നികളൊന്നുമില്ലാത്ത ദഹനഗ്രന്ഥിയാണ് കരൾ അഥവാ ലിവർ. സാധാരണയായി കയ്യിൽ നാടി പിടിച്ചു നോക്കുന്ന രക്തധമനിയാണ് റേഡിയൽ ആർട്ടറി. പ്രായപൂർത്തിയായ മനുഷ്യശരീരത്തിൽ രക്തത്തിന്റെ അളവ് 5 മുതൽ 6 ലിറ്റർ. പ്രായപൂർത്തിയായ മനുഷ്യശരീരത്തിലെ ജലത്തിന്റെ അളവ്, വെള്ളത്തിന്റെ അളവ് 60 മുതൽ 65%. രക്തത്തിൽ നിന്ന് യൂറിയ നീക്കം ചെയ്യുന്ന മുഖ്യ വിസർജന അവയവമാണ് വൃക്ക എന്ന് പറയുന്നത് കിഡ്നി. മനുഷ്യശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള സംയുക്തമാണ് ജലം അഥവാ വാട്ടർ. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. മനുഷ്യ ശരീരം സൃഷ്ടിക്കുന്ന ഏറ്റവും ചെറിയ കോശമാണ് പുരുഷ ബീജങ്ങൾ അഥവാ സ്പേംസ്. പുരുഷ ബീജങ്ങൾ അഥവാ സ്പേംസ്. അടുത്ത മനുഷ്യ രക്തത്തിലെ pH മൂല്യം ഏകദേശം 7.4. നോർമൽ റേഞ്ച് 7.35 മുതൽ 7.45 വരെ. കുട്ടി വളർന്നു വലുതാകുമ്പോൾ നിർവീര്യമാകുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ഗ്ലൂക്കോമ ബാധിക്കുന്ന ശരീര അവയവം ആണ് കണ്ണ്. കണ്ണ് പുറത്തേക്ക് തള്ളി വരും. മനുഷ്യശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. അമിത മദ്യപാനം മൂലം പ്രവർത്തനക്ഷമമല്ലാതാകുന്ന അവയവമാണ് കരൾ. മനുഷ്യശരീരത്തിലെ ഏത് അവയവത്തെയാണ് സാഴ്സ് രോഗം ബാധിക്കുന്നത്? ശ്വാസകോശം. മനുഷ്യശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം. മനുഷ്യശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 46. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസയൗഗികം ഡയലിൻ. ഹൃദയത്തെ ആവരണം ചെയ്യുന്ന ഇരട്ട സ്തരമാണ് ഇരട്ട സ്തരം പെരികാർഡിയം. രക്താണുക്കൾ രൂപം കൊള്ളുന്നത് അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്ന അസ്ഥി മജ്ജയിലാണ്. അരുണരക്താണുക്കളുടെ ശരാശരി ആയുസ് 120 ദിവസം. മനുഷ്യ ശരീരത്തിലെ ശരാശരി ഊഷ്മാവ് 37°C. രക്തത്തിലെ ഹീമോഗ്ലോബിൻ എന്ന വർണ്ണകത്തിന്റെ നിർമ്മാണ ഘടകമാണ് ഇരുമ്പ്. വിവിധ രക്തഗ്രൂപ്പുകളാണ് AB, AB, O. ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് O പോസിറ്റീവ്.
മനുഷ്യരക്തത്തിന്റെ ചുവപ്പ് നിറത്തിന് കാരണമായ വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. മനുഷ്യശരീരത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന മസ്തിഷ്കമാണ്. നമ്മുടെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മനുഷ്യശരീരത്തിൽ ആകെ എത്ര മൂലകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഏകദേശം 20 മൂലകങ്ങൾ. നമ്മുടെ ശരീരത്തിൽ എന്തിന്റെ അംശം കുറയുമ്പോഴാണ് വിളർച്ച ബാധിക്കുന്നത്? രക്തത്തിൽ ഇരുമ്പിന്റെ അംശം കുറയുമ്പോൾ. രക്തത്തിൽ എത്ര ശതമാനം വെള്ളം അടങ്ങിയിരിക്കുന്നു? 80%. മനുഷ്യൻ മരിച്ച് മറ്റ് ശരീരങ്ങളെല്ലാം മണ്ണായി ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞാലും കേടുകൂടാതെ സുരക്ഷിതമായ ശരീരഭാഗമാണ് പല്ല്. നമ്മുടെ ശരീരത്തിലെ ഉള്ളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിന്റെ പകുതിയിലേറെ മുറിച്ചു കളഞ്ഞാലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് സ്വയം വളരുന്നു. അത്ഭുതകരമായ പുനർജന ശേഷിയുള്ള അവയവമാണ് കരൾ എന്ന് പറയുന്നത്. പ്രതിദിനം നമ്മുടെ വൃക്കകളിൽ കൂടി കയറിയിറങ്ങുന്ന ആ രക്തത്തിന്റെ അളവ് 170 ലിറ്റർ. നമ്മുടെ ശരീരത്തിലെ ഉപകാരപ്രദമായ നിരവധി ബാക്ടീരിയകൾ അധിവസിക്കുന്ന എവിടെയെന്ന് വെച്ചാൽ വൻകുടലിൽ. മൂത്രത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്നത് യൂറോക്രോമാണ്. മാംസ്യത്തിന്റെ വിഘടന പ്രക്രിയയിൽ നിന്നുണ്ടാകുന്നതാണ് യൂറോക്രോം എന്ന് പറയുന്നത്. മനുഷ്യശരീരത്തിലെ എത്ര പേശികളുണ്ട്? ഏകദേശം 660 പേശികൾ. മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ പേശികളാണ് മധ്യകർണത്തിലെ സ്റ്റേപ്പിസിനോട് ചേർത്ത് കാണപ്പെടുന്ന 2 പേശികൾ. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ പേശികൾ നിതംബ പേശികളാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും ബലിഷ്ഠമായ പേശികൾ ഗർഭാശയ പേശിയാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി തുടയിലെ പേശി. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കൂട്ടുന്ന ഹോർമോൺ ഗ്ലൂക്കോഗോൺ. ആരോഗ്യവാനായ ഒരാളിന്റെ ശരീരത്തിലെ കാൽസ്യത്തിന്റെ അളവ് 1 മുതൽ 1.2 കിലോഗ്രാം. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി പാരാതൈറോയ്ഡ് ഗ്രന്ഥി. ഹൃദയത്തിന് രക്തം നൽകുന്ന ധമനികളാണ് കൊറോണറി ആർട്ടറി. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ കൊറോണറി ആർട്ടറിയിൽ രക്തപ്രവാഹത്തിന് പൂർണ്ണമായും ഭാഗികമായും തടസ്സം ഉണ്ടാകുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. കൊറോണറി ആർട്ടറി. ആരോഗ്യവാനായ ഒരാളുടെ വലത് ശ്വാസകോശത്തിന്റെ ഏകദേശ തൂക്കം 600 ഗ്രാം. ആരോഗ്യവാനായ ഒരാളുടെ ഇടത് ശ്വാസകോശത്തിന്റെ ഏകദേശ തൂക്കം 550 ഗ്രാം. അന്നനാളത്തിന്റെ ശരാശരി നീളം 25 സെന്റിമീറ്റർ. കണ്ണിന്റെ റെറ്റിനയ്ക്ക് എത്ര പാളികളുണ്ട്? 10. മരിച്ച ഒരു പുരുഷന്റെ ഏറ്റവും താമസിച്ച് അഴുകുന്ന ശരീരഭാഗം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. മരിച്ച ഒരു സ്ത്രീയുടെ ഏറ്റവും താമസിച്ച് അഴുകുന്ന ശരീരഭാഗം ഗർഭപാത്രം. ജനിച്ചു കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാണ് കണ്ണുനീർ ഉണ്ടാകുന്നത്? 73 ആഴ്ച. ആരോഗ്യവാനായ ഒരാളിന്റെ ബ്ലഡ് പ്രഷർ 120/80 മില്ലി മെർക്കുറി. ആരോഗ്യവാനായ ഒരാളുടെ കരളിന്റെ തൂക്കം 1200 മുതൽ 1500 ഗ്രാം. മനുഷ്യശരീരത്തിലെ ഒരു വിറ്റാമിൻ ഒരു ഹോർമോണായി പ്രവർത്തിക്കുന്നു. അത് ഏതാണ്? വിറ്റാമിൻ ഡി. കരളിന്റെ ദിവസേനയുള്ള പിത്തരസ ഉൽപാദന ശേഷി ഏകദേശം 1 ലിറ്റർ. ഹെർണിയ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ശരീരത്തിന്റെ ബലക്ഷയമുള്ള ഭാഗത്തു കൂടി ആന്തരിക അവയവത്തിന്റെ ഭാഗം പുറത്തേക്ക് തള്ളുന്നതാണ് ഹെർണിയ. പുരുഷന്മാരിൽ മീശ കുരിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഏറ്റവും വികാസം പ്രാപിക്കുന്ന ശരീരത്തിലെ അവയവം ആമാശയം. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് എപ്പോൾ എന്ന് വെച്ചാൽ കൊറോണറി ആർട്ടറി രക്തപ്രവാഹം പൂർണ്ണമായി ഭാഗികമായോ തടസ്സമുണ്ടാകുമ്പോൾ. രക്തത്തിലെ ദ്രാവകം എന്ന് വെച്ചാൽ പ്ലാസ്മ. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നാം ഉള്ളിലേക്ക് എടുക്കുന്ന പുറത്തേക്കും ചെയ്യുന്ന വായുവിന്റെ അളവ് 500 മില്ലി ലിറ്റർ. ഇത് ടൈഡൽ എയർ എന്നോ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ കുറച്ച് പോയിന്റുകളാണ് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ആ പോയിന്റുകളൊക്കെ നോക്കാം. അപ്പോൾ എക്സാം കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗത്തിൽ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.